gusseted base. Design a gusseted base for an axially loaded column to carry factored load of 1800 kN. The column consists of ISHP 400 at 77.4 kg per meter. The base plate rests on M20 concrete foundation. Design the bolted connection between the column flange and a gusset plate using 24 mm dia bolt. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എല്ലാ ക്വസ്റ്റ്യനും ചെയ്യുന്ന പോലെ തന്നെ ഗിവൺ ഡേറ്റാസ് എഴുതാം. ഗിവൺ ഡേറ്റാസ് എഴുതിയതിന് ശേഷം നമുക്ക് ക്വസ്റ്റ്യനിൽ ഒരു സെക്ഷൻ തന്നിട്ടുണ്ട് ISHP 400 at 77.4 kg per meter. ആ സെക്ഷൻസ് ബേസ് ചെയ്തിട്ടുള്ള പ്രോപ്പർട്ടീസ് എഴുതുകയാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അത് എഴുതുന്നത് സ്റ്റീൽ ടേബിൾ അല്ലെങ്കിൽ SP6 നിന്നാണ് നമ്മൾ എഴുതുന്നത്. നെക്സ്റ്റ് സ്റ്റെപ്സ് കോൺക്രീറ്റിൻ്റെ അലോബിൾ ബെയറിംഗ് പ്രഷർ കാൽക്കുലേഷൻ ആണ്. അതിന് FCK നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇക്വേഷൻ 0.45 FCK ഫോർ ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡ്. ഡയറക്റ്റ് ആൻസർ കിട്ടും. നെക്സ്റ്റ് സ്റ്റെപ്സ് ഏരിയ ഓഫ് ഗസറ്റഡ് ബേസ്. ഗസറ്റഡ് ബേസിൻ്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാൻ A = P/0.4 SK. എല്ലാം നോൺ വാല്യൂസ് ആണ്, നമുക്ക് അതും കിട്ടും. നെക്സ്റ്റ് സ്റ്റെപ്പ് 4 ഗസറ്റഡ് പ്ലേറ്റ്. ഗസറ്റഡ് പ്ലേറ്റിൻ്റെ സൈസ് കാൽക്കുലേറ്റ് ചെയ്യുകയാണ് നെക്സ്റ്റ് എയിം. അപ്പോൾ ഇതിൽ നമുക്ക് തിക്നെസ്സും കാര്യങ്ങളൊന്നും അറിഞ്ഞാത്തതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ അസ്യൂം ചെയ്യുകയാണ് തിക്നെസ് 10 mm. 2 ഗസറ്റ് ആംഗിൾസ് പ്രൊവൈഡ് ചെയ്യുന്നു എന്ന് എടുത്തു. എന്നിട്ട് ഞാൻ അതിൽ നിന്നൊരു സെക്ഷൻസ് ഞാൻ അസ്യൂം ചെയ്തെടുത്തു. ISA 150 × 75 × 10 mm ആണ് ഞാൻ അസ്യൂം ചെയ്തെടുത്തത്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബേസ് പ്ലേറ്റിൻ്റെ സൈസ് കാൽക്കുലേഷൻ ആണ്. ലെങ്തും ബ്രെഡ്ത്തും കാൽക്കുലേറ്റ് ചെയ്യുക. ആ ലെങ്തും ബ്രെഡ്ത്തും യൂസ് ചെയ്തിട്ട് ഏരിയ പ്രൊവൈഡഡ് കാൽക്കുലേറ്റ് ചെയ്യണം. ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് വിഡ്ത്ത് ഓഫ് കോളം സെക്ഷൻ +2 ഇൻറ്റു തിക്നെസ് ഓഫ് ഗസറ്റഡ് പ്ലേറ്റ് +2 ഇൻറ്റു വിഡ്ത്ത് ഓഫ് ഗസറ്റ് പ്ലേറ്റ്. അതിൽ വിഡ്ത്ത് ഓഫ് കോളം സെക്ഷൻ എന്ന് പറയുന്നത് H ആണ്, 400 ആണ്, നമുക്ക് സ്റ്റീൽ ടേബിളിൽ നിന്ന് കിട്ടുന്നുണ്ട്. ദെൻ +2 ഇൻറ്റു വിഡ്ത്ത് ഓഫ് ഗസറ്റ് പ്ലേറ്റ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ തിക്നെസ് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. +2 × 75 നമ്മളിപ്പോൾ കണ്ടുപിടിച്ച ആ സെക്ഷനിലുണ്ട് ബ്രെഡ്ത്ത്. ഇത് ഇത്രയും ചെയ്യുമ്പോൾ 570 mm കിട്ടും. പക്ഷെ ഇത് ടോട്ടൽ ലെങ്തായിട്ട് നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. കാരണം ഇതിപ്പോൾ ഒരു ബേസ് പ്ലേറ്റ് ആണ് എങ്കിൽ ഈ എൻഡ് സെക്ഷൻ കഴിഞ്ഞിട്ട് കുറച്ച് പ്രൊജക്ഷൻസ് അവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഇത് പ്രൊജക്ഷനാണ്. ഈ രണ്ട് സൈഡിലുള്ള പ്രൊജക്ഷൻസ് കൂടെ ഞാൻ ആഡ് ചെയ്യണം. ഞാൻ ആ പ്രൊജക്ഷൻ 5 mm എന്നാണ് അസ്യൂം ചെയ്തത്. അപ്പോൾ 570 + 5 + 5 ആയിട്ട് ചെയ്താൽ മതി 580 mm. അപ്പോൾ എനിക്ക് ലെങ്ത് കിട്ടിക്കഴിഞ്ഞു. നെക്സ്റ്റ് ബ്രെഡ്ത്ത് ആണ്. ബ്രെഡ്ത്ത് കണ്ടുപിടിക്കാൻ വേറെ ഒന്നുമില്ല. ഏരിയ എന്ന് പറയുന്നത് L × B അല്ലേ. ഏരിയ അറിയാം, L അറിയാം. അപ്പോൾ B കണ്ടുപിടിക്കാം. B = A/L ചെയ്യുന്ന സമയത്ത് നമുക്ക് ബിയുടെ വാല്യൂ കിട്ടും. അപ്പോൾ എനിക്ക് കിട്ടിയ 3344 ആണ്. ഞാൻ അതിനെ റൗണ്ട് ചെയ്ത് 350 ആയിട്ട് എടുത്തു. അപ്പോൾ എനിക്ക് എന്ത് കിട്ടി? സൈസ് ഓഫ് ഗസറ്റ് പ്ലേറ്റ് കിട്ടി. ആ കിട്ടിയ സൈസ് ഓഫ് ഗസറ്റ് പ്ലേറ്റ് വെച്ചിട്ട് ഏരിയ പ്രൊവൈഡഡ് കാൽക്കുലേറ്റ് ചെയ്യാം. ഇനി ഇത് സേഫ് ആണോ അല്ലയോ എന്ന് നോക്കുന്നത് ഏരിയ റിക്വയർഡിനേക്കാളും ഗ്രേറ്റർ ആയിരിക്കണം ഏരിയ പ്രൊവൈഡഡ്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആക്ച്വൽ ബെയറിംഗ് പ്രഷർ ഓഫ് കോൺക്രീറ്റ് ആണ്. ആക്ച്വൽ ബെയറിംഗ് പ്രഷർ ഓഫ് കോൺക്രീറ്റ് നൊട്ടേഷൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് W ആണ്. P/A പ്രൊവൈഡഡ് ആണ്. അപ്പോൾ അതിലും വാല്യൂസ് അറിയാം, ഡയറക്റ്റ് കൊടുത്താൽ മതി. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കമ്പൈൻഡ് തിക്നെസ് ഓഫ് ബേസ് പ്ലേറ്റും ആംഗിൾ തിക്നെസ്സും ആണ്. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ഇക്വേഷൻ എന്ന് വെച്ചാൽ മൊമെൻറ്റിൻ്റെ ഇക്വേഷൻ തന്നെ Fy × Z അല്ലെങ്കിൽ M എന്ന് പറയുന്നത് σ × Z എന്ന് പറയാം. Z എന്ന് പറയുമ്പോൾ നോർമലി സെക്ഷൻ മോഡുലസ് ആണ്. BD²/6 ചെയ്താൽ മതി. BD²/2 ആണ്. BD²/2 സെക്ഷൻ മോഡുലസ്. ഇനി ഇതാണ് ബേസ് പ്ലേറ്റ്. ഇത് ഞാൻ എടുത്തിരിക്കുന്ന ആംഗിൾ സെക്ഷനാണ്. ഇതിൽ ജസ്റ്റ് ഞാൻ ആക്സിസ് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഒരു ബിയറിംഗ് പ്രഷർ ആക്ട് ചെയ്യുന്നുണ്ട്. ആ ബിയറിംഗ് പ്രഷറാണ് 8.86 എന്ന് വന്നത്. അപ്പോൾ ഈ ആക്ട് ചെയ്യുന്നത് കാണുമ്പോഴേ തന്നെ നമുക്കറിയാം ഇതൊരു UDL ആണ്. അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ട ഈ Wനെ എന്ത് ചെയ്യുക? UDLിലോട്ട് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് UDLിലോട്ട് കൺവേർട്ട് ചെയ്യുക. 8.86 ഇൻറ്റും അവിടുത്തെ ലെങ്ത് എന്ന് പറയുന്നത് 580 നമ്മൾ UDLിലോട്ട് കൺവേർട്ട് ചെയ്തു. അതുപോലെ തന്നെ പിന്നെ നമ്മൾ അവിടെ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ എടുത്തിട്ടുള്ള ബ്രെഡ്ത്തിൽ നിന്ന് തിക്നെസ് ഇവിടെ മൈനസ് ചെയ്ത് അതിൻ്റെ സ്ക്വയർ എടുക്കാം. ഓക്കെ, x², LX², WL × LX²/2. ഓക്കെ, ഇനി അപ്പോൾ ഇത് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. ബെൻഡിങ് മൊമെൻ്റ് ഇക്വേഷൻ WLX²/2 ആണ്. അപ്പോൾ ഡയറക്റ്റ് നമുക്കിത് കിട്ടും. UDLിലോട്ട് കൺവേർട്ട് ചെയ്യാൻ മറക്കരുത്. UDLിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് വേണം നമ്മൾ ചെയ്യാൻ. അടുത്ത് നമ്മൾ ബേസ് പ്ലേറ്റിൻ്റെ തന്നെ മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. പേജ് നമ്പർ 53 അങ്ങനെ അതിൽ നമുക്ക് നോക്കുന്ന സമയത്ത് അൺനോൺ വാല്യൂ എന്ന് പറയാൻ വേണ്ടി ZE മാത്രമേ ഉള്ളൂ. മൊമെൻ്റ് ഒക്കെ ഓൾറെഡി നമ്മളിപ്പോൾ കണ്ടുപിടിച്ച് വച്ചിട്ടുണ്ട്. അപ്പോൾ ആ മൊമെൻറ്റിൻ്റെ വാല്യൂ വെച്ചിട്ട് നമുക്ക് ZE കാൽക്കുലേറ്റ് ചെയ്യാം. ഇനി നോർമൽ Z കൂടെ കാൽക്കുലേറ്റ് ചെയ്യാതെ നമുക്കിത് സേഫ് ആണോ അല്ലയോ, മീൻസ് ഇസഡിൻ്റെ വാല്യൂ ബേസ് ചെയ്തിട്ടല്ല, തിക്നെസ് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ ഇനി ആ ഒരു ഇസഡിൻ്റെ സെക്ഷൻ മോഡുലസിൻ്റെ ഒരു ഫോർമുലയുണ്ട്. ആ ഫോർമുലയിൽ കൊടുത്താൽ നമുക്കവിടെ ടി കിട്ടും. അപ്പോൾ ഇസഡ് എന്ന് പറയുന്നത് B × T²/6 ആണ്. ബിയുടെ വാല്യൂ അറിയാം, ടി അൺനോൺ വാല്യൂ ആണ്, 6 അറിയാം, ഇസഡ് അറിയാം.
അപ്പോൾ ഈ വാല്യൂവിൽ കൊടുക്കുന്ന സമയത്ത് നമുക്ക് ടീയുടെ വാല്യൂ കിട്ടൂലേ. എനിക്ക് 25.8 കിട്ടി. ഇറ്റ്സ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 26 mm എന്നാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇനി നമുക്കിപ്പോൾ കിട്ടിയത് ഹോൾ സെക്ഷൻ്റെ തിക്നെസ് ആണ്. ബേസ് പ്ലേറ്റിൻ്റെ ആംഗിൾ എല്ലാം കൂടെ ഒരുമിച്ച് വരുന്ന സെക്ഷനാണ് കിട്ടിയത്. അപ്പോൾ എനിക്ക് കിട്ടേണ്ടത് ബേസ് പ്ലേറ്റിൻ്റെ മാത്രം തിക്നെസ് ആണ്. അപ്പോൾ എനിക്ക് കിട്ടിയ ഈ 26-ൽ നിന്ന് ഈ കാണുന്ന തിക്നെസ് 10 എന്ന് പറയുന്ന തിക്നെസ് കുറച്ചാലേ എന്ത് കിട്ടത്തുള്ളൂ, ഈ ബേസ് പ്ലേറ്റിൻ്റെ മാത്രം തിക്നെസ് എനിക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ 26 - 10 16 mm എന്നാണ് കിട്ടുന്നത് തിക്നെസ്. അപ്പോൾ നമുക്ക് ലെങ്തായി, ബ്രെഡായി, തിക്നെസ്സായി. ഇത്ര ആകുമ്പോഴത്തേക്കും ബേസ് പ്ലേറ്റിൻ്റെ സൈസ് കഴിഞ്ഞു. ഇനി വേറെ ഒന്നുമില്ല, നോർമലി നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ കണക്ഷൻസ് സെറ്റ് ചെയ്യുക. മൊഡ്യൂൾ 1-ലുള്ള ഷിയർ കപ്പാസിറ്റി ഓഫ് ബോൾട്ട് കാൽക്കുലേറ്റ് ചെയ്യുക, ബിയറിംഗ് കപ്പാസിറ്റി ഓഫ് ബോൾട്ട് കാൽക്കുലേറ്റ് ചെയ്യുക, ബോൾട്ട് വാല്യൂ, ദെൻ നമ്പർ ഓഫ് ബോൾട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ചെറിയൊരു വ്യത്യാസമുണ്ട്. നമുക്കുള്ള ഫാക്ടേർഡ് ലോഡിൻ്റെ ഹാഫ് എന്ന് വെച്ചാൽ 0.5 ഇൻറ്റു ആ പി ലോഡില്ലേ, അതാണ് എടുക്കേണ്ടത്, ഡിവൈഡഡ് ബൈ ബോൾട്ട് വാല്യൂ. എടുക്കുന്ന സമയത്ത് നമുക്ക് കറക്റ്റ് ആൻസർ കിട്ടും. Then drawing.